ഉത്തർപ്രദേശിലെ ഹാത്രസിൽ ആൾ ദൈവം ഭോലെ ബാബയുടെ പ്രാർത്ഥനാ ചടങ്ങിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരണമടഞ്ഞത് 110-ലേറെ പേരാണ്. കാൽപാദം പതിഞ്ഞ മണ്ണ് ശേഖരിക്കാൻ കൂട്ടത്തോടെ ആളുകൾ ഭോലെ ബാബയ്ക്ക് പിന്നാലെ കൂടിയപ്പോൾ തിക്കിലും തിരക്കിലും പെട്ടാണ് അപകടം സംഭവിച്ചത്. മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാത്തതിനാലാണ് അപകടം ഉണ്ടായതെന്നാണ് വിമർശനം. ഇത്രയും ആളുകൾ ഒന്നയാളുടെ കാലിനടിയിലെ മണൽത്തരിക്കായി ഓടിയെടുക്കണമെങ്കിൽ, ജീവൻ പോലും നഷ്ടപ്പെടുത്തണമെങ്കിൽ ആരാണ് ഉത്തർപ്രദേശിൽ ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഭോലെ ബാബ എന്ന ആൾ ദൈവം? സ്വയം പ്രഖ്യാപിത ആത്മീയ നേതാവും ഉത്തരേന്ത്യയിലെ പ്രമുഖ ആൾ ദൈവവുമാണ് ഭോലെ ബാബ. ഭോലെ ബാബ എന്നറിയപ്പെടുന്ന സൂരജ് പാൽ സിംഗ് ഉത്തർപ്രദേശിലെ ഇറ്റർ ജില്ലയിലെ ബഹാദൂർ നഗരി ഗ്രാമത്തിലെ ഒരു കർഷകന്റെ മകനായാണ് ജനിച്ചത്. പോലീസിൽ ജോലി ലഭിച്ച അദ്ദേഹം പിന്നീട് ഉത്തർപ്രദേശിലെ ഇന്റലിജൻസ് യൂണിറ്റിൽ ഹെഡ് കോൺസ്റ്റബിളായി. 18 വർഷത്തെ സർവീസിന് ശേഷം ജോലി രാജിവെച്ച് ആത്മീയ പ്രഭാഷണങ്ങൾ നടത്താൻ തുടങ്ങി. 1999 ആത്മീയതയാണ് തന്റെ വഴി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു സർവീസിൽ നിന്ന് സ്വയം വിരമിക്കുന്നത്. പിന്നീട് നാരായൺ സാഗർ ഹരി എന്ന പേര് മാറ്റുകയും ചെയ്തു. മറ്റ് ആത്മീയ നേതാക്കളിൽ നിന്ന് വിഭിന്നമായി കാവി വസ്ത്രത്തിന് പകരം വെള്ള സൂട്ടും ടൈയുമാണ് ഇയാൾ ധരിക്കുന്നത്. കുർത്ത പൈജാമയും ഒക്കെയാണ് മറ്റ് ഇഷ്ടവസ്ത്രങ്ങൾ. 26 വർഷം മുമ്പ് സർക്കാർ ജോലി ഉപേക്ഷിച്ച് മതപ്രഭാഷണങ്ങൾ നടത്താൻ തുടങ്ങിയ ഇയാൾക്ക് ഉത്തരാഖണ്ഡ്, ഹരിയാന, രാജസ്ഥാൻ, ഡൽഹി എന്നിവിടങ്ങളിലും അനുയായികളുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഭോലെ ബാബയ്ക്ക് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഔദ്യോഗിക അക്കൗണ്ടുകൾ ഒന്നും തന്നെയില്ല. ഉത്തർപ്രദേശിലെ അലിഗഡിൽ എല്ലാ ചൊവ്വാഴ്ചയും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഭോലെ ബാബയുടെ പരിപാടികൾ സംഘടിപ്പിക്കപ്പെടാറുണ്ട്. എത്തുന്ന ഭക്തർക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെ താൽക്കാലികമായി കെട്ടിയ കൂടാരത്തിൽ ഇവയെല്ലാം വിതരണം ചെയ്യും. ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ പരിപാടിയിലും എത്താറുള്ളത്. തനിക്ക് നൽകുന്ന സംഭാവനകളിൽ നിന്ന് ഒരു തുകയും സൂക്ഷിക്കുന്നില്ലെന്നും അതെല്ലാം തന്റെ ഭക്തർക്കായി ചെലവാക്കുന്നുവെന്നുമാണ് ഭോലെ ബാബ പലപ്പോഴായി തന്റെ പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. കോവിഡ് സമയത്ത് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നിട്ടും വലിയ ജനക്കൂട്ടത്തെ വെച്ച് പരിപാടി നടത്തിയതോടെയാണ് ഭോലെ ബാബ ശ്രദ്ധ നേടുന്നത്. അന്ന് പൊതുപരിപാടികളിൽ അനുവദനീയമായ പരമാവധി ആളുകളുടെ എണ്ണം 50 പേർ മാത്രമായിരിക്കെ ആൾ ദൈവത്തിന്റെ പ്രഭാഷണം കേൾക്കാൻ ആളുകൾ ഒഴുകിയെത്തിയിരുന്നു. അതേസമയം ഇപ്പോഴുണ്ടായ അപകടത്തിൽ മരണസംഖ്യ 100 കടന്നിരിക്കുകയാണ്. മരിച്ചവരിൽ 25 പേർ സ്ത്രീകളാണെന്നാണ് വിവരം. അപകടത്തിന് ശേഷം ഭോലെ ബാബ ഒളിവിലാണെന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം.